ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വടകര തിരിച്ചുപിടിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് CPM. കെ ശൈലജയ്ക്ക് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് CPMന്റെ പുതിയ കണ്ടെത്തൽ. ബ്രാഞ്ച് ബൂത്ത് തല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വടകരയിൽ ഇവർ വിജയം പ്രതീക്ഷിക്കുന്നത്. 1200 മുതൽ 1500 വരെ വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P. ജയരാജൻ കൂറ്റൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് CPM വിലയിരുത്തിയത്. താഴേക്കിടയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു CPMന്റെ ഈ കണ്ടെത്തൽ. എന്നാൽ ഫലം വന്നപ്പോൾ വൻ പരാജയമായിരുന്നു ജയരാജൻ നേരിട്ടത്. 84,663 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ K. മുരളീധരൻ വിജയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ആറ്റിക്കുറുക്കിയ കണക്കുകൾ മാത്രം നൽകിയാൽ മതിയെന്ന നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റി കീഴ് കമ്മിറ്റികൾക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രമാണ് ബൂത്ത് തല കമ്മിറ്റികൾ കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തലശ്ശേരി, കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ LDF നേരിയ മുൻതൂക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം എന്നിവിടങ്ങളിൽ UDFന് തന്നെയാകും ഇത്തവണയും മേൽക്കൈ. പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണെന്നും വിലയിരുത്തുന്നുണ്ട്. അതേസമയം NDAക്ക് വടകരയിൽ കാര്യമായ മുന്നേറ്റം CPM പ്രതീക്ഷിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വത്സൻ പനോളി ഉൾപ്പെടെ ഉള്ളവരാണ് അന്തിമ വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. K. മുരളീധരനിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് K. ശൈലജയെ CPM ഇവിടെ മത്സരിപ്പിച്ചത്. തുടക്കത്തിൽ പ്രചരണത്തിലേറെ മുന്നേറാനും അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ K. മുരളീധരന് പകരം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറി. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി വടകര മാറുകയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. 5 മണ്ഡലങ്ങളിൽ CPMഉം ഒരിടത്ത് RMPയും ഒരിടത്ത് LJDയുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വിവാദങ്ങൾക്കൊരു പഞ്ഞവുമില്ല. കാഫിർ പരാമർശമാണ് വടകര മണ്ഡലത്തിൽ ഇപ്പോഴും കത്തുന്നത്. വിവാദത്തിന് ആധാരമായ സ്ക്രീൻഷോട്ട് UDF ക്യാമ്പിൽ നിന്നും ഉണ്ടായത് തന്നെയാണ് എന്ന് ആവർത്തിക്കുന്ന LDFനോട് എങ്കിൽ പ്രതിയെ പിടിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് UDFന്റെ ചോദ്യം. വിട്ടുകൊടുക്കാൻ ഇരു മുന്നണികളും തയ്യാറുമല്ല. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സജീവമാണ്. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം പ്രചരണ രംഗത്ത് കത്തിപ്പിടിച്ച വിഷയം വോട്ടിംഗ് കഴിഞ്ഞിട്ടും നിന്നു കത്തുകയാണ്. UDFനെതിരെ ഉയർന്ന ആരോപണം LDFനെതിരെ തിരിച്ചാണ് UDF സജീവ ചർച്ചയാക്കുന്നത്. വ്യാജ സ്ക്രീൻഷോട്ട് ആണെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കണമെന്നും ആവശ്യപ്പെട്ട് 2 ദിവസം മുൻപാണ് UDF പ്രവർത്തകർ വടകര SP ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. തൊട്ടു പിന്നാലെ CPM വർഗീയതയ്ക്കെതിരെ നാട് ഒരുമിക്കൽ എന്ന പേരിൽ വടകരയിൽ UDF കഴിഞ്ഞ ദിവസം ജനകീയ ക്യാമ്പയിനും നടത്തി. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ വീണ്ടും വടകരയിൽ എത്തിച്ചാണ് UDF പ്രതിരോധം തീർത്തത്. ആര് വിചാരിച്ചാലും വടകരയെ വിഭജിക്കാനാവില്ല എന്ന് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പറഞ്ഞിരുന്നു. സ്ക്രീൻഷോട്ട് വ്യാജമെന്ന് തെളിഞ്ഞാൽ തിരുത്താൻ CPM തയ്യാറാകുമോ എന്നാണ് ഷാഫിയുടെ ചോദ്യം. ഏതാനും ദിവസം മുൻപ് കാഫിർ വിവാദത്തിൽ UDFനെതിരെ DYFIയും LDFും സമാന ക്യാമ്പയിൻ നടത്തിയിരുന്നു. തുടർന്നും ഇതുമായി മുൻപോട്ടു പോകാൻ തന്നെയാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം.